ഹലോ, വെൽക്കം ടു FG ട്രേഡർ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലത്തെ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇന്നും ഉണ്ടായത്. ഡൗണിക്ക് തന്നെയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കുറച്ച് ഒന്ന് കയറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ കൺസിഡറേഷൻ പോലെയല്ല, ചെറിയ കയറ്റം, അതായത് മൈന്യൂട്ട് അപ്പ് ട്രെൻഡാണ് വരുന്നത്. ചെറിയ ക്യാൻഡിൽസ് ഡൗണിക്ക് വരുമ്പോൾ വലിയ ക്യാൻഡിലായിട്ട് വരിക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നലെ നമുക്ക് എനിക്കൊരു സൈഡിലേക്കാണ് ഞാൻ എൻട്രി എടുത്ത് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. ഇന്നും അതേ സെയിം ടൈം തന്നെയാണ്, അതായത് ഏകദേശം 9:50 ഇന്നലെ, ഏകദേശം 10 മണി. ഇന്നലെ 10 മണിക്ക് എടുത്തു, 10:05 ട്രേഡ് എടുത്തു. ഇന്നും അതേപോലെ തന്നെ സെയിം നമുക്ക് മാർക്കറ്റിൽ സെയിം ടൈമിങ് തന്നെയാണ്, 10 മണിയാകുമ്പോൾ തന്നെയാണ് ഇന്ന്, 10:05 തന്നെയാണ് ഇന്ന് എൻട്രി എടുക്കുക. അപ്പോൾ ഏകദേശം എൻ്റെ ടൈമുകളൊക്കെ നോക്കുന്ന ടൈമിൽ നമുക്ക് എൻ്റെ ഏകദേശം എൻട്രി എല്ലാം ആ ഒരു മോർണിംഗ് ടൈം തന്നെ ആയിരിക്കും മാക്സിമം. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡാണ്. ഇപ്പോൾ കുറെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ കൂടെ ഏകദേശം 10:30 ആ റേഞ്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ട്രേഡ് നോക്കുമ്പോൾ ഏകദേശം ഇതൊരു ദിവസം മാത്രം ഒരു 12 മണിയാകുമ്പോൾ കാണുന്നുണ്ട്. അതിനുശേഷം അവിടെ ട്രേഡ് എടുത്ത് കഴിഞ്ഞ എക്സ്പീരി എടുത്തതും ഏകദേശം 10 ഏകദേശം കറക്റ്റ് തന്നെ 10 മണിയാകുമ്പോൾ കറക്റ്റായിട്ട്. അതിനുശേഷം അന്നും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എൻ്റെ എല്ലാ ട്രേഡ് എടുക്കുന്നതും ഏകദേശം ഇന്നെടുത്ത ടൈം തന്നെയാണ്, 10 മണി ടു 10:30 ആ റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ സിറ്റുവേഷനാണ് എനിക്കുണ്ടായിരുന്നത്. മാർക്കറ്റിൽ ഇന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് കണ്ടിട്ടുണ്ട് നമ്മുടെ CPR ഉണ്ട്, എൻ്റെ റേഞ്ച് ഉണ്ട്, ഇതെല്ലാം ഏകദേശം സെയിം ആയിട്ട് സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു റിവേഴ്സിൽ വരാൻ വേണ്ടി കാത്തിരിക്കുക, അവിടെ നിന്നൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഡൗണിക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഓപ്പണായി, അതിനുശേഷം ഡൗണിക്ക് വന്നു. അപ്പോൾ എൻ്റെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് സപ്പോർട്ടോട്ട് പോയി, പിന്നെ പൊട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ചിലപ്പോൾ ഡൗണിക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് എടുക്കാനുള്ള സെറ്റപ്പ് നോക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഡൗണിക്ക് വന്നിട്ട് അതിനുശേഷം അത് വീണ്ടും എൻ്റെ സപ്പോർട്ടിൽ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ആയിട്ട്, പിന്നെ അത് റെസിസ്റ്റൻസ് മേലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന പോലെയാണ് ലക്ഷണമുണ്ട്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഒന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം, ഞാൻ മാർക്കറ്റ് എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് എടുക്കാമെന്നുള്ളത് നോക്കി. അതിനുശേഷം രണ്ടാമത്തെ 5 മിനിറ്റ് കഴിഞ്ഞതും മേലോട്ട് പോയി, നല്ല രീതിയിൽ ബുള്ളിഷ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ അവസാനിച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നോക്കട്ടെ. ഈ ഒരു ക്യാൻഡിൽ അവസാനിച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ എൻ്റെ ഒരു ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി താഴോട്ടൊരു ബാരിഷ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇനി ഈ നമ്മുടെ കറക്റ്റ് സെൻട്രൽ ലൈനിൽ തട്ടി അവിടെ നിന്ന് വരട്ടെ എന്നുള്ളത് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ അപ്പോഴാണ് ഒരു കറക്റ്റായിട്ടുള്ളൊരു ക്യാൻഡിൽ ബാരിഷായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒന്ന് തൂക്കി. അപ്പോൾ ഇന്ന് ഞാൻ തൂക്കിയത് ബാങ്ക് നിഫ്റ്റിയിലല്ല, നിഫ്റ്റിയിലാണ് തൂക്കുന്നത്. സെയിം ചാർട്ട് തന്നെയാണ്, എല്ലാത്തിലും സെയിം ചാർട്ടാണ്. അപ്പോൾ എനിക്ക് 3 നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3ലും സെയിം ആണ്, നിഫ്റ്റിയും ഒരേ തന്നെയാണ്, എല്ലാത്തിലും സപ്പോർട്ടുകളും റെസിസ്റ്റൻസും എല്ലാം ഒന്നും ഒരേപോലെ. അപ്പോൾ സെയിം ആയിട്ടുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ദിവസം അപൂർവമാണ് വരുള്ളൂ. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ഓക്കെ ആയി തോന്നിയപ്പോഴാണെന്ന് ഞാൻ ഇതിലെടുത്തത്, നിഫ്റ്റിയിലെടുത്തത്. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു എനിക്ക് എടുക്കേണ്ടത്, പക്ഷേ നിഫ്റ്റിയിൽ ഒന്നുകൂടെ എൻ്റെ ലൈൻസ് കാര്യങ്ങൾ, എൻ്റെ മാർക്കിങ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിഫ്റ്റിയിലെടുത്തത്. അപ്പോൾ നിഫ്റ്റിയിൽ കറക്റ്റായിട്ട് എന്നാൽ ടാർഗറ്റ് ഏകദേശം ഈ ഒരു ഇന്ന് മോർണിംഗ് ഓപ്പൺ ആയിട്ട് ഉണ്ടാക്കിയ ലോല് ടാർഗറ്റ് സെറ്റ് ചെയ്യാന്നുണ്ട്, ആ റേഞ്ച് വരച്ച് വെച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ ക്യാൻഡലിൻ്റെ ഹൈയിൽ ഞാൻ സ്റ്റോപ്പ് ലോസും വെക്കാന്നുള്ള രീതിയിൽ വെച്ചു. അതിനുശേഷം നല്ല രീതിയിൽ ഡൗണിക്ക് വന്നു. ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒറ്റ ക്യാൻഡലിൽ തന്നെ നമുക്ക് ടാർഗറ്റ് അടിച്ചു. പിന്നെ അതിനും താഴേക്ക് പോയി, പിന്നെയും വന്നു, മേലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ 5 മിനിറ്റിൽ തന്നെ ടാർഗറ്റ് അടിച്ചൊരു അവസ്ഥയുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ 15 മിനിറ്റിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞ് ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, നമുക്ക് ഇവിടെ നിന്ന് ഒരു മേലോട്ട് വന്നു, അതിനുശേഷം പിന്നെയും താഴോട്ട് പോയി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു
സ്റ്റാർ പാറ്റേണിലുള്ള ഒരു ചാർട്ടിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്, ക്യാൻഡിൽ സ്റ്റിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ തന്നെയാണ് എനിക്ക് ഓക്കെ ഇനിയിപ്പോൾ അവിടെ നിന്ന് റിവേഴ്സിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ ട്രേഡ് നല്ല രീതിയിൽ റണ്ണായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ക്യാൻഡിൽ വന്ന് അവസ്ഥ ക്ലോസിങ് ആവാനായപ്പോൾ പിന്നെ ഡൗണിക്ക് വന്ന് അങ്ങനെ കളിച്ച് എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു റേഞ്ചിൽ മേലെ തന്നെ ഞാൻ എക്സിറ്റ് ആക്കി വിട്ടു. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഞാൻ മാർക്കിങ് ഈ ഒരു റേഞ്ചിൽ വന്നപ്പോൾ ഞാൻ ഓക്കെ അവസാനമായപ്പോൾ ബാക്കി ഇനി 1 മിനിറ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കി ഇനി വെറുതെ വെച്ചിട്ട് നമ്മുടെ പ്രീമിയത്തിൽ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുക, ഡൗൺ കുറേ ഡീക്ക് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ചെറിയ മൂവ്മെൻറ്റിൽ തന്നെ. അപ്പോൾ 100 രൂപ ഏകദേശം നമുക്ക് 200 രൂപ എൻ്റെ അടുത്തോളം കിട്ടിയിട്ട് അതിന് 150 രൂപയായിട്ട് ചുരുങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നോക്കി ആയിക്കോട്ടെ, ഇനി അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ട്രെൻഡ് മെല്ലെ പോയാലും ശരി, ഇനി ഒറ്റയടിക്ക് മേലെ കയറിയാലും നമുക്ക് ഫുള്ളായിട്ട് കുറയും. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഞാനൊരു 75% ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ട്രേഡ് തന്നെയാണ്. അപ്പോൾ ഇന്നും ഡബിളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 120 ആ റേഞ്ചൊക്കെ എന്നും ഞാൻ എടുത്ത സ്ട്രൈക്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു 50% കുറഞ്ഞപ്പോഴാണ് 125-130% പ്രോഫിറ്റ് ഉണ്ടെന്ന് പെട്ടെന്നൊരു 50% കുറഞ്ഞിട്ട് 75%ലേക്ക് ചുരുങ്ങി. അപ്പോൾ ഞാനെന്നാൽ ഓക്കെ ആയിക്കോട്ടെ, ഇനി ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഡി കെ ആയിട്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ കളിച്ചാൽ തന്നെ ഏകദേശം തീരുമാനമാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ പ്രോഫിറ്റ് പോവും എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഓക്കെ ഇനി റിവേഴ്സൽ കണ്ടു. അപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലെ തന്നെ അടിച്ച് ഞാൻ എപ്പോഴും ഇറങ്ങുന്ന പോലെ തന്നെ ഇറങ്ങാം, വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഏകദേശം 75%ഓളം എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡും മോർണിംഗ് തന്നെ എനിക്ക് വേഗം എൻട്രി എടുക്കാനും ഇറങ്ങാനും കഴിഞ്ഞു. എൻട്രി എടുത്തതും എക്സിറ്റ് ആവുന്ന പോലത്തുള്ള എൻട്രി എടുത്തതും നമുക്ക് പ്രോഫിറ്റ് വരുന്ന പോലത്തുള്ള ട്രേഡുകളാണ് ഞാൻ മാക്സിമം എടുക്കാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും എനിക്ക് സംഭവിച്ചു. കറക്റ്റ് അവിടെ നിന്ന് റിവേഴ്സിൽ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് കറക്റ്റ് ഒരു റിവേഴ്സിൽ ഇവിടെ നിന്ന് വരികയും ചെയ്തു. ഇവിടെ നിന്ന് സിഗ്നൽ കിട്ടുകയും ചെയ്തു. അവിടെ നിന്നൊരു കറക്റ്റ് ബുള്ളിഷായിട്ട് 10 മിനിറ്റിൽ 15 മിനിറ്റിൽ പരിപാടികൾ കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ടാർഗറ്റ് അടിച്ചു എന്ന് പറയാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നല്ല രീതിയിൽ ഈ ഒരു റേഞ്ചിലാണ്, ഈ റേഞ്ചിൽ ഞാൻ മാർക്കറ്റ് വന്നപ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റിന് ഇത്രയും പെർസെൻറ്റേജ് പ്രോഫിറ്റിന് 50% പിന്നെയും കുറഞ്ഞിട്ട് എടുക്കും, ഇത്ര സിമ്പിളായിട്ട്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു 40% എന്തായാലും പോകും. 2 ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നിട്ട് 2 ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ 50-60% എന്തായാലും പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നല്ല രീതിയിൽ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ നിന്ന് നിർത്തി ഇറങ്ങി. അതിന് ശേഷം കുറച്ച് വെളിയിലൊക്കെ ഒന്ന് പോയിട്ട് വന്നു, ഫ്രീ ആയിട്ട് പോയിട്ട് വന്നു. അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വേലയും പൂരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് വന്ന് നോക്കുമ്പോഴൊക്കെയാണ് പിന്നെ മാർക്കറ്റ് വീണ്ടും അത് അപ്പിലേക്ക് വന്നിട്ട് ഏകദേശം ഒക്കെ നിൽക്കുന്നു. അതിന് ശേഷം ഇപ്പോഴും മാർക്കറ്റ് ക്ലോസ് ആയിട്ടില്ല. എപ്പോഴും മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബുള്ളിഷായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 75% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് എക്സ്പയറി ദിവസങ്ങളിൽ എനിക്ക് പൊതുവേ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ക്യാപിറ്റൽ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെറിയ ലോട്ട് തന്നെയാണ് ചെയ്തത്. ഏകദേശം 7K ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ അത്യാവശ്യം 3K 4Kൻ്റെ അടുത്തോളം എനിക്ക് പ്രോഫിറ്റായി. 4K എനിക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഡബിളും 7 to 8-9Kൻ്റെ അടുത്തോളം പ്രോഫിറ്റ് വന്നതാണ്. അത് എനിക്ക് വീണ്ടും നേരെ പോയിട്ട് 5K അടുത്തോളം 4.5K ആ റേഞ്ചിലായപ്പോൾ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആയത്തുള്ളൂ. പിന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പ് കളിച്ചിട്ട് എക്സിറ്റ് ആയിട്ടുള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നന്നായിട്ട് അവസാനിച്ചു. ഇന്നലത്തെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റാലി ഡൗണിലേക്ക് വന്നത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ് അപ്പിലേക്ക് മാത്രം എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ട്രെയിലിംഗ് സ്റ്റോപ്പ് അടിച്ചിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അതിനെ ഒന്ന് ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചിലപ്പോൾ ഇത് തന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും എടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നാളത്തെ മാർക്കറ്റ് നോക്കാം. ഇന്ന് മന്തിൽ എക്സ്പയറി ആയതുകൊണ്ട് വേറെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സൈഡ് വേസ് ഉള്ളൊരു ട്രെൻഡ് തന്നെയാണ് കാണുന്നത്.
അപ്പോൾ എന്തായാലും എക്സ്പയറി ദിവസങ്ങൾ മാക്സിമം സെല്ലേഴ്സിന് യൂട്ടിലൈസ് ആവും. ഓരോരോ ടൈമിലാണ് നമുക്ക് ഇനി സെല്ലേഴ്സ് എല്ലാം സോൾഡ് ഔട്ട് ആക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ മൂവ്മെൻറ്റ് കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ ബയേഴ്സ് കറക്റ്റായിട്ട് ഇരുന്ന് ഫോക്കസ് ആയിരുന്ന് ഓപ്പർച്യൂണിറ്റി വരുന്ന ടൈമിൽ ചെറിയ സ്റ്റോപ്പ് ലോസൊക്കെ വരുന്ന ടൈമിൽ ധൈര്യത്തിൽ എടുക്കുക, റിസ്ക് എടുത്തെടുക്കുക. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട്. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം, കറക്റ്റ് ടാർഗറ്റ് ആയിരിക്കണം. ടാർഗറ്റ് ഇനി അടിച്ചിട്ടില്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പണി തന്നെയാണ്. പ്രോഫിറ്റ് 10x 4x പോകും. നമ്മൾ എല്ലാ ദിവസവും 10x 4x എടുക്കാൻ വേണ്ടിയിട്ടല്ല മാർക്കറ്റിൽ കയറുന്നത്. അതുകൊണ്ട് പിന്നെ അത് മൈൻഡേ ചെയ്യരുത്. അപ്പോൾ ടാർഗറ്റ് എടുക്കുക, നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, ഇറങ്ങുക. അത്രേ ഉള്ളൂ സിമ്പിളായിട്ട്. അപ്പോൾ എന്തായാലും ഇനി നാളത്തെ ദിവസം കാണാം. താങ്ക് യു.